പച്ചപ്പാർന്ന ഒരു വലിയ കാടിന്റെ നടുവിൽ കിൻഡ്വുഡ് എന്നൊരു ചെറു ഗ്രാമമുണ്ടായിരുന്നു. ഓരോ സന്ധ്യയും ഗ്രാമചത്വരത്തിന്റെ നടുവിൽ ഒരു പൊൻവിളക്ക് തെളിഞ്ഞു നിന്നിരുന്നു. ആ വിളക്ക് സാധാരണ വിളക്കല്ല. ആരോ ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അത് കൂടുതൽ തെളിഞ്ഞ് പ്രകാശിക്കുമായിരുന്നു. ഒരു രാത്രി 100 വർഷത്തിനിടയിൽ ആദ്യമായി ആ വിളക്ക് മിന്നിമറഞ്ഞു. ഗ്രാമചത്വരത്തിലാകെ നിഴലുകൾ വീണു. ആളുകളുടെ മുഖങ്ങളിൽ ഭയം നിറഞ്ഞു. മൂപ്പന്മാർ പറഞ്ഞു, കാരുണ്യം ലോകം മറക്കുകയാണ്, അതുകൊണ്ടാണ് വെളിച്ചം മങ്ങുന്നത്. ആ ഗ്രാമത്തിൽ ലീല എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കൗതുകവും സ്നേഹവും നിറഞ്ഞ മനസ്സുള്ള കുട്ടി. വിളക്കിനെ നോക്കി അവൾ ചിന്തിച്ചു, ഈ വെളിച്ചം തിരികെ കൊണ്ടുവരണം. അങ്ങനെ ലീല ധൈര്യത്തോടെ കാടിലേക്ക് യാത്ര തിരിച്ചു. കാട് നിശബ്ദമാണ്. ഉയർന്ന മരങ്ങൾ, ചന്ദ്രപ്രകാശം, അല്പം പേടിയും അതിലധികം പ്രതീക്ഷയും. അപ്പോൾ ഒരു കരച്ചിൽ പോലുള്ള ശബ്ദം. മുള്ളുള്ള വള്ളികളിൽ വെള്ളി നിറമുള്ള ഒരു പക്ഷി കുടുങ്ങിക്കിടക്കുന്നു. ലീലയുടെ കൈകൾ മുറിഞ്ഞു, വേദനിച്ചു. എങ്കിലും അവൾ പക്ഷിയെ വിടുവിച്ചു. പക്ഷി പറഞ്ഞു, നൽകുന്ന കാരുണ്യം ഒരിക്കലും നഷ്ടമാകില്ല. യാത്ര തുടരുമ്പോൾ ഒരു തകർന്ന പാലം, അരികിൽ ചൊറിയൻ മുഖമുള്ള ഒരു ട്രോൾ, മറുകരയിൽ കുടുങ്ങിയ യാത്രക്കാർ. ലീല ഭയപ്പെട്ടില്ല. അവൾ ട്രോളിനെ സഹായിച്ചു. അപ്പമീം വെള്ളവും പങ്കുവെച്ചു. ട്രോൾ പുഞ്ചിരിച്ചു. ലോകം വീണ്ടും അല്പം കൂടി തെളിഞ്ഞു. അവസാനം ഒരു ശാന്തമായ തുറസായിട്ട് അവിടെ മങ്ങിയ വെളിച്ചമുള്ള ഒരു ക്രിസ്റ്റൽ കിണർ പറഞ്ഞു, ലോകം പരിഗണിക്കാനുള്ള മനസ്സ് മറന്നുപോയിരിക്കുന്നു. അവൾ പറഞ്ഞു, പക്ഷിയെക്കുറിച്ച്, യാത്രക്കാരെക്കുറിച്ച്, ട്രോളിന്റെ പുഞ്ചിരിയെക്കുറിച്ച്. ഓരോ കഥയോടും കൂടി കിണർ കൂടുതൽ തെളിഞ്ഞു. ഒടുവിൽ ഒരു പൊൻവെളിച്ചം ആകാശത്തേക്കുയർന്നു. അതേസമയം കിൻഡ്വുഡ് ഗ്രാമത്തിൽ പൊൻവിളക്ക് വീണ്ടും ഉജ്ജ്വലമായി തെളിഞ്ഞു. ഗ്രാമവാസികൾ സന്തോഷത്തോടെ നോക്കി. ലീല മടങ്ങി വന്നു. ഗ്രാമവാസികൾ ചോദിച്ചു, എങ്ങനെ വിളക്ക് രക്ഷപ്പെട്ടു? ലീല പുഞ്ചിരിച്ചു പറഞ്ഞു, മായാജാലം കൊണ്ടല്ല, കാരുണ്യം കൊണ്ടാണ്. അന്നു മുതൽ കിൻഡ്വുഡിൽ ആളുകൾ കൂടുതൽ സ്നേഹിച്ചു, കൂടുതൽ സഹായിച്ചു. അതിനുശേഷം ആ വിളക്ക് ഒരിക്കലും മങ്ങിയില്ല. ഓരോ ചെറിയ നല്ല പ്രവൃത്തിയും ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരുന്നു. ഇതുപോലെയുള്ള നല്ല കഥക്ക് ഈ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.